കുറച്ചുമ്പ് തുറന്നു. അളിയ ടെൻഷൻ അടിക്കല്ലേ, കൊല്ലനെ വിളിക്കാം. എനിക്ക് തന്നെ ടെൻഷൻ, നീ നോക്ക്. നീ തന്നെ സാവധാനത്തിലൊന്ന് നോക്ക്, തുറക്കും. സാറേ തുറക്കും സാറേ, സാർ ധൈര്യമായിട്ട് തുറന്നു നോക്കാം. ഓക്കെ അല്ലോ, തുറന്നടാ. രക്ഷപ്പെട്ടു. തുറന്നു. എൻ്റെ അളിയ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വാങ്ങാനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അല്ല, ഓഫീസ് പൂട്ടിയ കാലൊക്കെ നിങ്ങൾക്ക് അറിയാലോ. 10 പൈസ ഇല്ലാതെ തെണ്ടി കുത്തുവാളെടുത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ വരെ പോയതാണ്. അതേതായാലും നന്നായി. എന്ത്? അല്ല, ആത്മഹത്യ ചെയ്യായിരുന്നതേ. ഞാൻ അവിടുന്ന് പോയിട്ട് നേരെ മല്ലപ്പള്ളിയിൽ ഒരു കാറ്ററിംഗ് സർവീസിലാണ് കയറിയതളിയാ. അവിടുന്ന് കൊടുന്നത് ഈ അച്ചാർ. ഇതാ കണ്ടോ, ആംറോസിയ കാറ്ററേഴ്സ്. സത്യം പറയാലോ അളിയ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റിയുള്ള ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. സത്യമായിട്ടും സൂപ്പറായിട്ടുണ്ട്. നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും വിളിക്കണം. പണ്ടാറടങ്ങി ഒരു തെണ്ടീനെ കാണാനല്ലോ വഴി ചോദിക്കാൻ. പേടിയായിട്ടും പാടില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കാവനെ. ഈ കോപ്പനെ വിളിച്ചിട്ട് കിട്ടണമല്ലോ, വെറുതെ മനുഷ്യന്റെ സമയം കളയാനായിട്ട്. എനിക്ക് വേറെ പണിയൊന്നുമില്ല. വന്നല്ലോ വനമാല. അയ്യോ, എത്ര നേരം ഇവിടെ പോയിട്ട്. സാറേ പേടിക്കണ്ട, JDF വരും, എല്ലാം ശരിയാകും. ഗ്യാസ് റെഡി, വെള്ളം റെഡി. എല്ലാം നിന്റെ ഭർത്താവ് ഞാൻ വീഴ്ത്തിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഹരിണി ആക്സെപ്റ്റ്. നീയല്ല, നിന്റെ ഭർത്താവ് ആക്സെപ്റ്റ് ചെയ്യും. നീയായിരുന്നു പഠിപ്പിക്കാൻ.
എന്താടാ അവിടെ ഒരു സൗണ്ട് കേട്ട്? ആ നാളെ വാതില് ഞാൻ അടച്ചു. ഏത് വാതിലിപ്പോ അടച്ചത്? അയ്യോ, ആ അണ്ണാ, എടാ ബിജു, നീ എന്താ വരാഞ്ഞേ? നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? ഞാൻ അവിടെ വന്നിട്ട് നിങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചു? നിങ്ങളുടെ ഫോൺ അപ്പോഴേക്കും സ്വിച്ച് ഓഫ്. ഏയ്, എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഒന്നും ആവാൻ വഴിയില്ലല്ലോ. നിങ്ങൾ ഇപ്പോഴാ പഴയ ഉടായ്പ പരിപാടി ഒന്നും നിർത്തിയിട്ടില്ലേ? എന്റെ ബിജു, അങ്ങനെയാണെങ്കിൽ ഞാൻ വരാൻ പറഞ്ഞ് വിളിക്കുവോ? അതെനിക്കറിയൂ. നീ എപ്പോഴാ വരുന്നേ? എനിക്കിനി 15 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പൊ പഴയ ദാരിദ്ര്യ സെറ്റപ്പിലൊന്നും അല്ല, ഇവിടെ നല്ല സെറ്റപ്പിലാ. ശരി ശരി എന്നാ. അപ്പ അവള് വരും. ഈ തെണ്ടികളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമല്ലോ. വഴിയുണ്ട്. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്തൊരു ചമ്മന്തിക്ക്. ഒറ്റക്കുഴിയോട് ഞാൻ പറഞ്ഞല്ലോ, ഉള്ള മുളക് പൊടി മുഴുവൻ ഇടണ്ടാന്ന്. അതെ അതെ, ഈ കഞ്ഞിക്കും ചുട്ടരച്ച ചമ്മന്തിക്കും നല്ല ടേസ്റ്റ് അല്ലേ? പിന്നെ 1000 കിനാക്കളാൽ കുരുന്നുകൂടുമെങ്ങിരുന്നു മോഹം. ആഹാ, നല്ല കാറ്റുണ്ടല്ലേ? മണി, എന്ത് നീ എപ്പോഴാ വീട്ടിൽ പോന്നെ? ഏയ്, ഞാനങ്ങും പോണില്ലേ. പോണ ലക്ഷണം ഇല്ലല്ലോ. എടാ, നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ പോയിട്ട് വാ. ആ ബിജു വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോ 15 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അല്ല, അവൻ നിന്നോട് ഓൾഡ് ബാലൻസ് വല്ലതും ചോദിച്ചു? ഇല്ല. അല്ല, അത് തന്നാലേ വരൂ, അങ്ങനെ എന്തെങ്കിലും? ഇത് അതൊന്നും അല്ലടാ. അവനെന്തോ ബോംബെയിൽ വർക്കുണ്ടെന്നോ. അപ്പൊ നീയും വെങ്കടിയും പൊറ്റക്കുഴിക്ക് ഒരു 10 ദിവസം വീട്ടിൽ നിന്നിട്ട് വാ. അങ്ങനെ? അപ്പൊ നീയോ? അല്ല, അത് ഞാനിപ്പോ വീട്ടിൽ പോയിട്ട് അവിടെ ആരണ്ടാട്ടാ. അപ്പൊ സാറ് പോണില്ലല്ലേ? എന്നാ ഞാനും പോവില്ല. ഞാനും. അതൊന്നും അല്ലടാ. നാളെ ഒരു ആർക്കിടെക്ട് വരുന്നുണ്ട്. അതൊരു പെണ്ണ. നിന്റെയൊക്കെ സ്വഭാവത്തിന് അതിനവിടെ നിർത്താൻ പറ്റുമോ? അതുകൊണ്ടാ. ശരി, പിന്നെ ഒരു കാര്യം, നാളെ അവര് വരുമ്പോ വീട് കംപ്ലീറ്റ് വൃത്തിയായിരിക്കണം കേട്ടോ. ഹായ് ഹരണി, ഞാൻ പിടിക്കാം. നമ്മുടെ വീട് എങ്ങനെയുണ്ട്? നോക്കിയിട്ട് പറയാം. യാത്രക്ക് സുഖമായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. വാ. പ്രായത്തിരി കൂടുതലുണ്ടോ എന്നൊരു സംശയം. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ ഒറ്റയ്ക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ്ട. വരുന്നുണ്ട്. അവിടെ ഇരിക്ക്. ഓക്കെ. പൊറ്റക്കുഴി എന്തോ ദാത്തി ദാത്തി. ഹരണി, ഞങ്ങൾ ഫുഡ് ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കിയതാണ്. കൊള്ളില്ല കേട്ടോ. എങ്ങനെയാണോ? സാറ് പറഞ്ഞതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊള്ളൂലല്ലേ? എനിക്കിത് വേണം. ഇനി പറയാൻ ഉണ്ടാക്കി തരാം കേട്ടാ. വേണം കഴിക്ക്. എങ്ങനെ കഴിക്കുമെന്ന്.
ഇത്ര നേരത്തെ എഴുന്നേറ്റ് തന്നെ സമ്മതിച്ചിരിക്കണം. താങ്ക്സ് വിവേക്. എന്ത് സംഭവം? ഒരു കാര്യത്തിൽ തന്നെ സമ്മതിച്ചു തരണം. ഇങ്ങനൊരു വീട് സെലക്ട് ചെയ്തേന്. സംഭവം കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടായി. എനിക്കും ഇഷ്ടമായി. ഈ വീടിന്റെ 4 ഭാഗത്തും ഒരു എൻട്രൻസ് കൊടുത്ത ഒരു ഹെറിറ്റേജ് ലുക്ക് വരും. അത് കൊള്ളാലോ. ഉം, ഇതൊരു സംഭവം ഉണ്ട്. ഉം. കുറച്ച് A3 പേപ്പർ വാങ്ങണം. പെമ്പിള്ളേരെ എങ്ങനെ വേണം? ആരെങ്കിലും ഒരാളൊന്ന് പറ. വിവേക് എന്താ പറഞ്ഞ കേക്കട്ടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ നിന്നൊരു ആർച്ചല്ല, അവിടെ നിന്നൊരു വാക്ക് വേ കിട്ടുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോൺ ചെയ്യാം. സാറേ അപ്പൊ ഇപ്പർ സൈഡ് ലോൺ കിട്ടൂലേ? ഒന്നും മിണ്ടാണ്ടിടോ. ആ ലോണല്ല, മുണ്ടോ? ഇവിടെ ലോൺ ചെയ്യാം. മുണ്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അവിടെ സ്വിമ്മിംഗ് പൂൾ ചെയ്യാം. എങ്ങനെയുണ്ടാവും? ഭയങ്കര ബോറായിരിക്കും. ആ അത് തന്നെ. ഞാൻ ആദ്യമൊന്ന് പ്ലാൻ ചെയ്യട്ടെ. എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിച്ചോ. വാ പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്യാൻ പോണ പോക്ക് കണ്ടോ? ആ പോക്കത്ര ശരിയല്ലല്ലോ. സാറേ ഒരു സംശയം, അതെന്ത് ഈ ഭാഗത്ത് ലോൺ എടുത്ത് എന്ത് കുഴപ്പം? പുൽത്തകിടിന്ന ഈ ലോണെന്ന് പറഞ്ഞാൽ പൊട്ടനോ? പിന്നെ ഈ സൈഡിൽ പൂള് വന്നു കഴിഞ്ഞാ ദാ അതിന്റെ മുകളിൽ നിന്ന് സൂപ്പറായിട്ട് സീന് പിടിക്കാം. കുളിസീനൊക്കെ നമുക്ക് പിന്നെ കാണാം. ഒറ്റക്കുഴി വാ, ഇപ്പൊ നമുക്ക് ഉച്ചക്ക് വല്ലത് ഞണ്ണ ഉണ്ടാക്കാം. പോവാല്ലേ? വാ. വാ വാ.